പ്രേക്ഷകർ കൂടി നമ്മളൊപ്പം ഈ സന്തോഷം പങ്കുവെക്കാൻ ചേരുന്നുണ്ട്. ആദ്യം തൊടുപുഴയിൽ നിന്ന് അനൂപാണ് വിളിക്കുന്നത്. അനൂപ്, മത്സരം പൂർണ്ണമായിരുന്നു കണ്ടോ? ഇന്നലെ ഉറങ്ങിയോ? ആഘോഷമൊക്കെ കഴിഞ്ഞ്? എൽദോ ചേട്ടാ, മത്സരം ഫുള്ള് കണ്ടായിരുന്നു. 2007 ലോകകപ്പ് 2020 ലോകകപ്പ് ഫൈനലിൽ അടിച്ച അതേ ടെൻഷൻ അത് തന്നെയായിരുന്നു ഇന്നലെയും. നമ്മൾ ഇന്നലെ ഒരു 30 റൺസ് മതി ദക്ഷിണാഫ്രിക്കയ്ക്ക് എന്നുള്ള ഘട്ടത്തിൽ അവരുടെ സ്റ്റാർ ബാറ്റ്സ്മാൻമാരെല്ലാം നിൽക്കുന്നു, ഇന്ത്യ തോറ്റു എന്ന് നമ്മളൊക്കെ പേടിച്ച സമയം. പക്ഷെ നമുക്ക് ബുംറ ഉണ്ടായിരുന്നു. പിന്നീട് എല്ലാവരും ഒരു ഘട്ടത്തിൽ വെറുത്ത്, പ്രത്യേകിച്ച് കഴിഞ്ഞ IPL-ലൊക്കെ നമ്മൾ വെറുത്ത ഹാർദിക് പാണ്ഡ്യ ഒടുവിൽ സ്നേഹിച്ചു പോയി എന്ന് തന്നെ പറയണം. കാരണം പാണ്ഡ്യയുടെയൊക്കെ ലാസ്റ്റ് ഓവർ അത്രത്തോളം ക്രൂഷ്യലായിരുന്നു. ഏറ്റവും എടുത്തു പറയേണ്ടത് സൂര്യകുമാർ എടുത്ത ആ ക്യാച്ച്. ഒരുപക്ഷെ ആ ക്യാച്ച് ഇല്ലായിരുന്നെങ്കിൽ ഇന്ത്യ തോറ്റേനെ. ഏതായാലും ഓവറോൾ ഈ 2020 ലോകകപ്പിലേക്ക് വന്നാൽ ആദ്യഘട്ടത്തിൽ മുതൽ അപരാജിത കുതിപ്പ് തുടരുന്ന ടീം ഇന്ത്യ നമുക്ക് അർഹതപ്പെട്ട കിരീടം നേടി. എല്ലാറ്റിനും അപ്പുറം രോഹിത് ശർമ്മ എന്ന നായകൻ, ഹേറ്റേഴ്സ് ഇല്ലാത്ത രോഹിത് ശർമ്മയ്ക്ക് ഈ കപ്പോടുകൂടി മടങ്ങേണ്ടത് ഒരു കാലത്തിന്റെ കാവ്യനീതിയായിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചു. വളരെ കൃത്യമാണ് അനൂപ്. എന്താണെങ്കിലും ഒരുപാട് സന്തോഷം രാവിലെ പ്രതികരിച്ചതിന്. മറ്റൊരു പ്രേക്ഷകൻ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അത് ഹലോ, ആരാണ്? എവിടെയാണ്? ഞാൻ നിലമേൽ, കൊല്ലം ജില്ല. ആണോ? ഓക്കെ. എങ്ങനെയുണ്ടായിരുന്നു ഇന്നലത്തെ മത്സരമൊക്കെ? തകർത്തോ? സാർ, അത്ഭുതപ്പെട്ട കളി സാർ. പേടിച്ചു പോയി സാർ. 69-169 ആയപ്പം എനിക്ക് പേടിയായിപ്പോയി സാർ. മരിച്ചു പോകുന്നു അത്രയ്ക്കുള്ളായിരുന്നു സാർ. അയ്യോ, അത്രയും ടെൻഷൻ അടിച്ചു. ഭയങ്കര കളിയായിരുന്നു, ഭയങ്കര കളി സാർ. ബുംറ ഒന്ന് കെട്ടിപ്പിടിക്കണമെന്ന് ആഗ്രഹം എന്റെ ജീവിതത്തിൽ ബാക്കി വന്നു. ബുംറയാണോ മത്സരം തിരികെ കൊണ്ടുവന്നത്? നല്ല കളി സാർ. എല്ലാ കളിയും ഞാൻ കണ്ടതാണ്. ഏറ്റവും ഗംഭീരമായി കളിച്ചതാണ് ഏത് പ്ലെയറാണ്? ഏറ്റവും ഗംഭീരമായി ടൂർണമെന്റിൽ കളിച്ചത് ഏത് ഇന്ത്യൻ താരാണ്? ഏറ്റവും നല്ലത് കളിച്ചത് ബുംറ തന്നെയാണ് സാർ. ബുംറ ഫാനാണല്ലേ? കാരണം റണ്ണല്ല സാർ, വിക്കറ്റ് വീണില്ലെങ്കിൽ നമ്മുടെ കാര്യം കഷ്ടമാണ് സാർ. ഓക്കെ, കൊള്ളാം. എനിക്ക് ഒരു പരാതി കൂടെയാണ് സാർ. എന്ത് പറ്റി പറഞ്ഞു? ഈ നമ്മുടെ സഞ്ജു സാംസൺ ഒരു കളിയിൽ ഇട്ടിത് കളഞ്ഞത് കഷ്ടമായി പോയി സാർ. അപ്പൊ കളിക്കും സാർ, കളിക്കുന്നറിയുന്നതാണ്. ആദ്യമായിട്ട് ഇറങ്ങിയപ്പോ പറ്റിപ്പോയതാണ്. അതൊക്കെ ടീം മാനേജ്മെന്റിന്റെ കാര്യങ്ങളല്ലേ? ടീമല്ലേ തീരുമാനിക്കാം, മാനേജ്മെന്റല്ലേ തീരുമാനിക്കാം. നമുക്കിപ്പോ എന്നാലും നമുക്കൊന്നും പറയാൻ ഒരു മാധ്യമമില്ലല്ലോ സാർ. കിട്ടിയ സന്ദർഭത്തിൽ പറയുകയാണ്. ഇത് ഭയങ്കരമായ സന്തോഷമാണ് സാർ. മാത്രമല്ല, നമ്മുടെ ഫോണൊക്കെ അവിടെ എടുത്ത് നമ്മളോട് പ്രതികരിക്കാനാണ് ഏറ്റവും വലിയ നന്ദി. താങ്ക് യു സോ മച്ച്. എന്തായാലും വിളിക്കാം കേട്ടോ.